നല്ല കാര്യത്തിന് വേണ്ടി നടക്കുന്ന നടത്തമുണ്ടല്ലോ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി നടക്കുന്ന നടത്തമുണ്ടല്ലോ. ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി, ഒരു യതീമായ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി, പടച്ചവനെ ഒരു പാവത്തിനൊരു വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി, അല്ലാഹുവേ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി നടക്കുന്ന ചുവട്ടടികളുണ്ടല്ലോ. ഇതിന്റെ സംഘാടകരോട് പടച്ചവനെ മാസങ്ങളായി നിങ്ങൾ ഇതിന്റെ പുറകെ കടന്ന് നെട്ടോട്ടമോടുകയാ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നാളെ നിനക്ക് സിറാത്തിലെ രക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മാസങ്ങളായി കടന്ന് കഷ്ടപ്പെട്ടു, ഇന്നവര് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പടച്ചവനെ അള്ളാന്റെ ഭവനത്തിന് വേണ്ടിയാ, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയാണ് ബക്കറ്റുമായി നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഉള്ളതിലൊരു നല്ല സദഖ കൊടുത്താ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഈ ദുനിയാവിലെ പള്ളികൾ മുഴുവനും നാളെ സ്വർഗ്ഗത്തിലാ. ഈ ദുനിയാവിലെ അല്ലാഹുവിന്റെ ഭവനങ്ങൾ മുഴുവനും നാളെ സ്വർഗ്ഗത്തിലാണ്. ആ പള്ളി ഒരു വിഭാഗം ജനങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. 3 വിഭാഗം ആൾക്കാരെ പള്ളി സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഭവനം പണിയാ, കട്ട കൊടുത്ത ഉപ്പാ, സിമന്റ് കൊടുത്ത പെങ്ങളെ, പൈസ കൊടുത്ത സഹോദരാ, ശരീരത്തിൽ കടന്ന സ്വർണം ഊരിക്കെടുത്ത ഉമ്മ, നീ ഒരിക്കലും ഭയപ്പെടണ്ട, നീ ഒരിക്കലും ഭയപ്പെടണ്ട. ഈ പള്ളി നിന്നെ ഒരിക്കലും മറക്കൂല, ഈ പള്ളി നിന്നെ ഒരിക്കലും മറക്കൂല. ഈ പള്ളി നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്ക് കൊടുക്കുമ്പോ ചെറുതോ വലുതോ എന്നൊന്നുമില്ല. ഈ ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ, ഉസ്താദേ എന്റെ കയ്യിൽ 5 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ കൊടുത്തത്. എങ്കിലും നീ അതെങ്കിലും കൊടുത്തല്ലോ. നീ ഒരിക്കലും ലജ്ജ കാണിക്കണ്ട, നീ ഒരിക്കലും മടി കാണിക്കണ്ട. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവിടെന്ന് പറയുന്നു, മന തസദ്ദഖ ബിഇദ്ലി തംറത്തിൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു കാരക്കയുടെ പകുതിയാണ് സദഖ കൊടുക്കുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, കാരക്കയുടെ പകുതി അങ്ങനെ കൊടുക്കാറില്ല. ഇനി നിന്റെ കയ്യിൽ ഒരു ഈത്തപ്പഴമാണ് ഉള്ളത്, അതിന്റെ ഒരു പകുതി ഒരു പാവപ്പെട്ടവര് സദഖ കൊടുത്താ അല്ലാഹു തന്റെ വലത് കൈകൊണ്ട് സ്വീകരിക്കുകയാ. അല്ലാഹു നീ കൊടുക്കുന്ന സദഖ ചെറുതാണെന്ന് നോക്കൂല. ആ കാരക്കയുടെ പകുതിയാണെങ്കിലും അത് വലത് കൈകൊണ്ട് അല്ലാഹു ഇങ്ങനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് റബ്ബേ, ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ അല്ലാഹു വളർത്തുകയാ. നീ കൊടുത്ത ഈ ചെറിയ സദഖയുണ്ടല്ലോ അല്ലാഹുവേ, ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ പടച്ച റബ്ബ് വളർത്തുകയാണ്. എന്നിട്ട് നീ മരിച്ചു നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ മുന്നിലെത്തുമ്പോ ഉഹുദ് മലയോളം വലിപ്പമുള്ളതാക്കി അല്ലാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹു നിനക്ക് നാളെ ഇരട്ടിയായി തിരിച്ചു തരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കൊടുത്തെന്ന് പറഞ്ഞു കുറഞ്ഞു പോകൂല. കൊടുക്കാത്തതിന്റെ കാരണം നിന്റെ കുടുംബം പട്ടിണിയായി പോകുമെന്നുള്ള ഭയമല്ലേ? അല്ലാഹുവേ, നല്ല കാര്യത്തിന് ചോദിച്ചാ ഉസ്താദേ കച്ചവടമില്ല, ഗൾഫൊക്കെ പ്രതിസന്ധിയിലാണ് എന്ന് നീ പറയല്ലേ. ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാ. നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് നീ കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം വർദ്ധിക്കാറില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളം വർദ്ധിക്കാറില്ല. ചലനമുള്ള വെള്ളത്തിലേ ബർക്കത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്,
അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയല്ലേ 5 നേരം ഇവരെല്ലാവരും പോയി നിസ്കരിക്കുന്നത്? പടച്ചവനെ ആരുമില്ലെങ്കിലും 100 മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ. അല്ലാഹുവിന്റെ മലക്കുകളെ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന ഈ വിഭാഗമുണ്ടല്ലോ. വെള്ള ജുബ്ബയും തൊപ്പിയും തലപ്പാവും ധരിച്ച് നടക്കുന്ന ഈ പൊന്നാര മക്കളുണ്ടല്ലോ. ജീൻസ് പാന്റുമിട്ട് പടച്ചവനെ ടീഷർട്ടുമിട്ട് മുടി വെട്ടാതെ കയ്യിൽ ഫോണും വിളിച്ച് ചരണം കെട്ടിയിട്ട് നടക്കുന്ന യുവത്വത്തിന്റെ നടുവില് അല്ലാ എല്ലാ ആഗ്രഹങ്ങളും കുടിച്ചു മൂടിയിട്ട് എനിക്ക് ഇൽമു വേണം, എനിക്ക് അൽഉലമാ വറസത്തുൽ അംബിയാ, എനിക്ക് പ്രവാചകന്റെ അനന്തരാവകാശിയാകണമെന്ന ആഗ്രഹത്തോട് നാടും വീടും വെട്ടി ഇവിടെ വന്ന് കിടക്കുന്ന മക്കളുണ്ടല്ലോ. ആ മക്കളുണ്ടാകുമല്ലോ. ഇവർ 5 വക്തും നിസ്കരിക്കാൻ കാണുമല്ലോ. അവര് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമല്ലോ. ആറടി മണ്ണിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സദക്കയാണ് ഈ പള്ളി. എത്ര കൊല്ലം നിലനിൽക്കുന്നോ ആ പള്ളിയിൽ ആരെല്ലാം സുജൂദ് ചെയ്യുന്നോ അതിന്റെ ഒരു വിഹിതം നിനക്കുണ്ട് മുസ്ലിമേ. അതുകൊണ്ട് ഇല്ല എന്ന് പറയല്ലേ, ഇല്ല എന്ന് പറയല്ലേ. ഒരിക്കലും ദാരിദ്ര്യം നീ ഭയപ്പെടണ്ട, കൊടുത്താ കുറയുമെന്ന് നീ പേടിക്കണ്ട.